അമൃതംപൊടി വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇന്നത്തെ റെസിപ്പി. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും. അപ്പോൾ അമൃതംപൊടി വെച്ചിട്ട് ഒരുപാട് നല്ല നല്ല റെസിപ്പീസ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല നല്ല റെസിപ്പീസ് ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിലൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പുഴുങ്ങി നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 മതിയാവും. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കനം കുറഞ്ഞിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു പച്ചമുളക് ചെറുതായിട്ട് കനം കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. അപ്പോൾ ചെറുതായിട്ട് കനം കുറഞ്ഞ് കൊത്തി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പം ഇഞ്ചി ചേർക്കുമ്പോൾ ചെറുതായിട്ട് ഇതുപോലെ കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കയ്യിലില്ലെങ്കിൽ ഗരം മസാല തന്നെ ചേർത്ത് കൊടുത്താലും മതിയാവും. കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് അമൃതം പൊടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് തിരുമ്മിയിട്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ അമൃതം പൊടിയുടെ അളവ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു കട്ടിയായിട്ടുള്ള ബാറ്ററായിട്ട് കിട്ടണം. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം അമൃതം പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ലൂസായിട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ അമൃതം പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ നമുക്ക് ഷേപ്പാക്കി എടുക്കാൻ പറ്റണം. ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു മാവ് വേണ്ടത്. അപ്പോൾ നോക്കിയിട്ട് പാകത്തിന് അമൃതം പൊടി ചേർത്തിട്ട് മിക്സാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. കട്ട്ലറ്റിൻ്റെ ഷേപ്പോ ഉന്നക്കായൻ്റെ ഷേപ്പോ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടിയും വെള്ളവും ഒഴിച്ചിട്ട് ഒരു ലൂസായിട്ടുള്ള ബാറ്ററാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് ക്രംസും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ സ്നാക്കും ആദ്യം മൈദയുടെ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. 2 കോട്ടിങ് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഏതായാലും ഒരു കോട്ടിങ്ങേ കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യം മൈദയുടെ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് എല്ലാ ഭാഗവും കവർ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ സ്നാക്കും ഇതേ രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കേണ്ട, പെട്ടെന്ന് കരിഞ്ഞു പോകും. ബ്രെഡ് ക്രംസൊക്കെ മുകൾ ഭാഗം പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും, ഉൾഭാഗം കറക്റ്റായിട്ട് ആയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഒരുപാട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തെടുക്കരുത്. അങ്ങനെയാകുമ്പോൾ എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും കളറൊക്കെ മാറി നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം. എന്നാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പെഷ്യൽ പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എരിവുള്ള സ്നാക്കാണ്. അമൃതം പൊടി ചെറിയൊരു മധുരം ഉണ്ടെങ്കിലും ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അമൃതം പൊടി വെച്ചിട്ടാണ് മനസ്സിലാവുകയില്ല. ആ ഒരു ചെറിയൊരു മധുരം ഈ ഒരു സ്നാക്കിലേക്ക് നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.